ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പെർസിന്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷനുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് എങ്ങനെയാണ് ലിസ്റ്റിനെ പാസ് ചെയ്യുന്നത്, അതുപോലെ ആർബിട്രറി ആർഗ്യുമെന്റ്സ് എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ലിസ്റ്റിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ലിസ്റ്റ് ഓഫ് നെയിമും ലിസ്റ്റ് ഓഫ് നമ്പേഴ്സും അതുപോലെ ഡിക്ഷണറീസ് പോലുള്ള കോംപ്ലക്സ് ഒബ്ജക്റ്റുകളും നമുക്ക് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഒരു ഫംഗ്ഷനിലേക്ക് ഒരു ലിസ്റ്റ് പാസ് ചെയ്യുമ്പോൾ ആ ഒരു ഫംഗ്ഷന് ആ ഒരു ലിസ്റ്റിനെ മുഴുവനായും ആക്സസ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു ലിസ്റ്റിനെ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതെന്ന് ഈ ഒരു പ്രോഗ്രാം വഴി നമുക്ക് നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ യൂസർ എന്ന ഒരു ലിസ്റ്റിലേക്ക് അരുൺ, ജോൺ, റോയി എന്നീ 3 പേരുകൾ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രീറ്റ് യൂസേഴ്സ് എന്ന ഒരു ഫംഗ്ഷനിലേക്ക് ആ ലിസ്റ്റിനെ പാസ് ചെയ്യുന്നു. ആ പാസ് ചെയ്ത ലിസ്റ്റിലെ ഓരോ ഡേറ്റയും പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോർ ലൂപ്പ് കൂടി ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പാസ് ചെയ്ത ലിസ്റ്റിലെ ഓരോ ഡേറ്റയും ഇൻഡിവിജ്വലായി ആക്സസ് ചെയ്തതിന് ശേഷം അതിനു മുമ്പായി ഹലോ എന്ന ഗ്രീറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ലിസ്റ്റിലെ ഡേറ്റ ആ ഒരു ഫംഗ്ഷന് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുത്തുന്ന മാറ്റങ്ങൾ സ്ഥിരമായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ ഒരു ലിസ്റ്റിലെ ഡേറ്റ ഈസിയായി ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലിസ്റ്റിനെ എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതുപോലെ ഒരു ലിസ്റ്റിനെ എങ്ങനെ പ്രിന്റ് ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിൽ അൺപ്രിന്റഡ് ഡിസൈൻസ് അതുപോലെ കംപ്ലീറ്റഡ് മോഡൽ എന്നിങ്ങനെ 2 ലിസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അൺപ്രിന്റഡ് ഡിസൈൻസിൽ 3 ഡേറ്റ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് കറന്റ് ഡിസൈൻ എന്ന വേരിയബിളിലേക്ക് അൺപ്രിന്റഡ് ഡിസൈൻസിലുള്ള ഓരോ ഡേറ്റയെയും സേവ് ചെയ്യുന്നു. അങ്ങനെ സേവ് ചെയ്ത ഡേറ്റ ഓരോന്നായി പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം കംപ്ലീറ്റഡ് മോഡൽസ് എന്ന ആ ഒരു ലിസ്റ്റിലേക്ക് ഓരോ ഡേറ്റയെ അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൻഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റയുടെ പുറകിലായി മറ്റു ഡേറ്റയെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നതാണ്. അതിനുശേഷം കംപ്ലീറ്റ് ഡിസൈൻസിനെ പ്രിന്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ അൺപ്രിന്റഡ് ഡിസൈൻസിലുള്ള ഓരോ ഡേറ്റയെയും ആദ്യം പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നു. അതിനുശേഷം ആ ഡേറ്റയെ കംപ്ലീറ്റഡ് മോഡൽസ് എന്ന ലിസ്റ്റിലേക്ക് സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്തിരിക്കുന്ന ഡേറ്റയെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോഗ്രാം ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായി അൺപ്രിന്റഡ് ഡിസൈൻസിൽ നമ്മൾ മുൻപ് കൊടുത്തിരിക്കുന്ന അതേ ഡേറ്റ ഇൻപുട്ടായി കൊടുക്കുന്നു. അതിനുശേഷം കംപ്ലീറ്റഡ് മോഡൽസ് എന്ന ഒരു ലിസ്റ്റിനെയും അസൈൻ ചെയ്യുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ 2 ഫംഗ്ഷനുകൾ ഡിഫൈൻ ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ ഡേറ്റയെ പ്രിന്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയും രണ്ടാമത്തെ ഫംഗ്ഷൻ ഡേറ്റയെ മോഡിഫൈ ചെയ്യുന്നതിനും വേണ്ടിയാണ്. മുൻപ് ചെയ്ത വൈൽ ലൂപ്പ് ഡേറ്റയെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയായതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനകത്ത് എഴുതുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡേറ്റയെ പ്രിന്റ് ചെയ്യിക്കുന്നതിന് വേണ്ടി ആയതുകൊണ്ട് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ച് കംപ്ലീറ്റഡ് മോഡൽസ് എന്ന ആ ലിസ്റ്റിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുൻപ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം പോലെ തന്നെയാണ് ഇവിടെയും ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ലിസ്റ്റിന്റെ ഡേറ്റ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫംഗ്ഷൻ നെയിം കോൾ ചെയ്ത് അതിനുള്ള ലിസ്റ്റ് പാസ് ചെയ്യുമ്പോൾ അതിനോട് കൂടി ഒരു സ്ലൈസ് നൊട്ടേഷൻ കൂടി അഥവാ ഒരു ഫുൾ കോളൻ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അയക്കുന്ന ലിസ്റ്റിന്റെ ഒരു കോപ്പി മാത്രമായിരിക്കും എഡിറ്റ് ചെയ്യപ്പെടുക. ആ ലിസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മുൻപ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ പ്രിന്റ് മോഡൽസ് എന്ന ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ അൺപ്രിന്റഡ് ഡിസൈൻസ് എന്ന ആ ഒരു ലിസ്റ്റിനെ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താത്ത രീതിയിൽ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം കാണിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഒരു ഫംഗ്ഷനിലേക്ക് എത്ര ആർഗ്യുമെന്റ്സ് ആണ് പാസ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ആർബിട്രറി നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് എന്ന ഒരു ഓപ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷനിലേക്ക് എത്ര ആർഗ്യുമെന്റ്സ് പാസ് ചെയ്ത് കൊടുക്കണം എന്നൊരു കറക്റ്റ് നമ്പർ ഇല്ലാത്ത ഒരു കണ്ടീഷനിൽ ഇങ്ങനെയുള്ള കേസുകളിൽ പൈത്തൺ കോളിംഗ് സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് തന്നെ ആർബിട്രറി നമ്പേഴ്സിനെ കളക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ മേക്ക് പിസ്സ എന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അതിൽ ടോപ്പിംഗ്സ് എന്ന ഒരു ആർഗ്യുമെന്റിലേക്കാണ് നമ്മൾ ഡേറ്റ പാസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആ ടോപ്പിംഗ്സ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ആദ്യമായി നമ്മൾ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ പെപ്പറോണി എന്ന ഒരു ഡേറ്റ മാത്രമാണ് പാസ് ചെയ്യുന്നത്.
അതിനുശേഷം വീണ്ടും ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ 3 ഡാറ്റ അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് പെപ്പറോണി എന്നും അതിനുശേഷം 3 ഡാറ്റയും പ്രിന്റ് ചെയ്ത് കിട്ടും. മുൻപ് ചെയ്ത പ്രോഗ്രാമിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന് പകരം ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന ഡാറ്റ ലിസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനിൽ നമ്പേഴ്സ്, സ്ട്രിങ് മുതലായ വ്യത്യസ്തങ്ങളായ ആർഗ്യുമെന്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ആർബിറ്ററി ആർഗ്യുമെന്റ്സ് ഫംഗ്ഷൻ ഡെഫിനിഷന്റെ അവസാനമായിട്ടായിരിക്കണം കൊടുത്തിരിക്കേണ്ടത്. പൈത്തൺ പൊസിഷണൽ ആൻഡ് കീവേഡ് ആർഗ്യുമെന്റ്സ് ആണ് ആദ്യം മാച്ച് ചെയ്ത് നോക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് ആർഗ്യുമെന്റുകൾ കളക്ട് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനൊരു എക്സാമ്പിൾ പ്രോഗ്രാമാണ്. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. മേക്ക് പിസ്സ എന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റർ 16, അതുപോലെ പിന്നീട് പാസ് ചെയ്യുന്ന പാരാമീറ്റർ പെപ്പറോണി എന്നിങ്ങനെയാണ്. ഇതിൽ 16 എന്നത് ഒരു ഇൻറ്റിജറും അതുപോലെ പെപ്പറോണി എന്നത് ഒരു സ്ട്രിങ്ങുമാണ്. ചില കേസുകളിൽ ഫംഗ്ഷന് ആർബിട്രറി നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് ഇൻപുട്ടായി സ്വീകരിക്കേണ്ടി വരുമെന്ന് നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഏത് തരത്തിലുള്ള ഡാറ്റയാണെങ്കിലും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഏത് കീ വാല്യൂ റിസീവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ എഴുതുവാൻ സാധിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാം അതിന് ഒരു എക്സാമ്പിളാണ്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. Thanks for watching this video.